ഇപ്പോൾ അമേരിക്കയ്ക്ക് ഇന്ത്യയെ വേണം. ചൈനയ്ക്ക് 100% താരിഫ് അമേരിക്ക ഏർപ്പെടുത്തി. ഇനി ചൈനയും അമേരിക്കയും തമ്മിലുള്ള വമ്പൻ യുദ്ധത്തിനാണ് കളമൊരുങ്ങുന്നത്. അതായത് താരിഫ് യുദ്ധത്തിനാണ് കളമൊരുങ്ങുന്നത്. ഇപ്പോഴിതാ ഇന്ത്യയോട് അടുക്കാൻ ഇപ്പോൾ സെർജിയോ ഗോറിനെ നിയമിച്ചിരിക്കുകയാണെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. നേരത്തെ തന്നെ ട്രംപിൻ്റെ പാർട്ടിയിലെ അനുയായികൾ തന്നെ, അല്ലെങ്കിൽ പാർട്ടിയിലെ അവിടെയുള്ള ആൾക്കാർ തന്നെ കത്തെഴുതുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 19 എംപിമാരാണ് കത്തെഴുതിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ കത്തെഴുതിയത് ഇന്ത്യയെ പിണക്കരുത്, ഇന്ത്യയെ പിണക്കി കഴിഞ്ഞാൽ അത് ചൈനയ്ക്ക് വലിയ ഗുണകരമാകും. കാരണം ഇന്ത്യയും ചൈനയും അടുത്ത് കഴിഞ്ഞാൽ പിന്നെ അമേരിക്കയ്ക്ക് മിഡിൽ ഈസ്റ്റിലും പിന്നെ ഇന്ത്യൻ ഓഷനിലും അടക്കം ഒരു ഹോൾഡുമില്ലാത്തൊരു സാഹചര്യം വരും. വൻ ശക്തിയായി അവർ വളരുമെന്നാണ് കൃത്യമായി ഇവർ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയും US-ഉം തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങൾക്കിടയിലും ഇന്ത്യയിലെ പുതിയ അംബാസഡറായി സെർജിയോ ഗോറിനെ US നിയമിച്ചു. സെർജിയോ ഗോർ ഇവിടെ വന്ന് നരേന്ദ്രമോദിയെ കണ്ട് ഇനി അമേരിക്കയുമായിട്ടുള്ള ബന്ധം ഊഷ്മളമാക്കണം, ഇന്ത്യയുമായുള്ള ബന്ധം അമേരിക്കയ്ക്ക് വളരെ പ്രധാനമാണ് എന്നാണ് ആദ്യം തന്നെ പറഞ്ഞത്. സെർജിയോ ഗോർ ഇപ്പോൾ അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് വെർച്വലായിട്ടാണ് എന്നാണ് മനസ്സിലാകുന്നത്. അദ്ദേഹം ഇനി ഇങ്ങോട്ടേക്ക് എത്തുന്നത് തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച എത്തിക്കഴിഞ്ഞ ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് കാണും എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി മോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഗോർ പറഞ്ഞത് പ്രധാനമന്ത്രി മോദി വളരെ നല്ല സുഹൃത്തായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കണക്കാക്കുന്നു, ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തെ അമേരിക്ക വിലമതിക്കുന്നു എന്നുള്ളതാണ്. പ്രതിരോധം, വ്യാപാരം, സാങ്കേതികവിദ്യ എന്നിവയെക്കുറിച്ചാണ് കൂടുതലായിട്ടും ചർച്ച. ട്രംപ് ഭരണകൂടം ഇന്ത്യൻ ഇറക്കുമതിക്ക് 50% തീരുവ ഏർപ്പെടുത്തിയതിനെക്കുറിച്ച് ബന്ധങ്ങളിൽ സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഗോറിൻ്റെ പരാമർശം എന്ന് പറയുന്നത് ഇന്ത്യയെ അടുപ്പിക്കാനുള്ള ഒരു നീക്കമായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം കാണുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.